നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ലവണ സമുദ്രത്തിൻ്റെ നിർദ്ദേശം കേട്ട കനകശിഖര മൈനാകം വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് ഉയർന്നു. കടൽ വെള്ളത്തെ പകുത്തുകൊണ്ട് അത്യുന്നത ദ്രുമലതാവൃതമായ കാഞ്ചന ശൃംഗം ഉദയസാഗരത്തിൽ നിന്ന് പകലവനെ പോലെ ഉയർന്നു തുടങ്ങി. ജലാന്തർഭാഗത്ത് മുങ്ങിക്കിടന്നിരുന്ന മൈനാകം സാഗരത്തിൻ്റെ ആജ്ഞയനുസരിച്ച് ജലത്തിൻ്റെ മുകൾ പരപ്പിൽ കൊടുമുടികൾ വ്യക്തമാകത്തക്ക വിധം പൊങ്ങിക്കഴിഞ്ഞു. ആകാശം മുട്ടത്തക്ക വിധം എത്തിയ ശിഖരങ്ങളിൽ നിന്ന് ആദിത്യോദയ ശോഭ വീശി. അവയിൽ ഓരോന്നിലും കിന്നരന്മാർ, ഉത്തമനാഗങ്ങൾ തുടങ്ങിയ ദിവ്യാത്മാക്കൾ അധിവസിക്കുന്നുണ്ട്. കാരിരുമ്പിൻ നിറമുള്ള അമ്പരതലത്തിൽ തങ്കക്കൊടുമുടികളുടെ പ്രകാശം പരന്നു. കറകളഞ്ഞ സ്വർണശൃംഗങ്ങളിൽ സൂര്യരശ്മി തട്ടിയപ്പോൾ 100 അർക്കന്മാർ ഒന്നിച്ച് ഉയർന്നതുപോലെയായി തീർന്നു ആ ഗിരിസത്തമൻ. യാതൊരു പ്രതിബന്ധവും ഇല്ലാതെ ഉയർന്ന് മാർഗമധ്യത്തിൽ നിന്ന ശൈലരാജനെ കണ്ട മാരുതി ഇതൊരു വിഘ്നമാണെന്ന് വിചാരിച്ചു. അത്യുഗ്ര ബലവാനായ കപീശ്വരൻ ഏറ്റവും ഉയർന്നു കാണുന്ന ശിഖരത്തിൽ മാറുകൊണ്ട് ഒന്ന് അമർത്തി. കാറിനെ കൊടുങ്കാറ്റ് എന്ന പോലെ ആ പർവ്വതരാജനെ ആ ഘട്ടനം സമുദ്രാന്തർഭാഗത്തിൽ എത്തിച്ചു. പവനതനയൻ്റെ കരുത്ത് എത്രയാണെന്ന് മനസ്സിലാക്കിയ മാമലയ്ക്ക് ഏറ്റവും ആനന്ദമാണ് അപ്പോൾ ഉണ്ടായത്. മൈനാകം ഒരു മനുഷ്യരൂപത്തിൽ സ്വശൃംഗത്തിൽ മുകളിൽ മനം കുളിർത്തു നിന്ന് ഇപ്രകാരം പറഞ്ഞു: വാനരേന്ദ്ര, ഇന്നുവരെ ഒരു ജീവിക്കും ചെയ്യുവാൻ സാധിക്കാത്ത കാര്യമാണ് അങ്ങ് ചെയ്തത്. ഹേ മാരുതി, അങ്ങ് എൻ്റെ കൊടുമുടിയിൽ യഥേഷ്ടം വിശ്രമിക്കൂ. കാകുത്സ്ഥാംശജാതനായ സഗര മഹാരാജാവിനാലാണ് സാഗരം തന്നെ ഉണ്ടായത്. ആ വംശത്തിലെ മണിദീപമായ ശ്രീരാമചന്ദ്രൻ്റെ കാര്യത്തിനു വേണ്ടി പോകുന്ന അങ്ങയെ ഉപചരിക്കുവാൻ മഹാസാഗരമാണ് എന്നെ അയച്ചത്. പ്രത്യുപകാരം ആർക്കായാലും ചെയ്യേണ്ടത് കടമയല്ലേ? പ്രത്യുപകാരത്തിനൊരുങ്ങുന്ന എൻ്റെ വാക്ക് സ്വീകരിക്കൂ. അങ്ങയിലുള്ള അതിരറ്റ ബഹുമാനത്തിനാലാണ് എന്നെ അയച്ചിട്ടുള്ളതും. 100 യോജന ദൂരം ഒന്നിച്ചു ചാടുവാൻ ഒരുങ്ങിയവനാണി വാനരകേസരി. അങ്ങയിൽ അല്പനേരം വിശ്രമിച്ച് വീണ്ടും ബാക്കി വഴി പിന്നിടട്ടെ എന്നിങ്ങനെ വാരുതി എന്നോട് പറഞ്ഞു. ഹേ കപിവ്യാക്രമേ, എൻ്റെ ശൃംഗത്തിൽ നിൽക്കൂ, വിശ്രമിക്കൂ. സുരഭിലവും സ്വാദിഷ്ടവുമായ കായ്കനികൾ യഥേഷ്ടം ഭക്ഷിക്കൂ. വാനരേശ്വര, അങ്ങയോട് എനിക്കും ചാർച്ചയുണ്ട്. 3 ലോകങ്ങളിലും സത് യശസ് അനശ്വരമായി സമ്പാദിച്ച അതിഗുണവാനാണ് അങ്ങ്. അതിശക്തിയിൽ ചാടുവാൻ കരുത്തുള്ള അനേകം ഹരിവരന്മാർ ഉണ്ടെങ്കിലും കപികുഞ്ചരനായ അങ്ങയെപ്പോലെ മറ്റൊരു വ്യക്തിയുമില്ലെന്ന് എനിക്കറിയാം. മാരുതി, അതിഥി നിസാരനാണെങ്കിൽ കൂടി പൂജ്യനല്ലേ? വിഘ്നനായ ഒരുവൻ സസന്തോഷം ഉപചരിക്കും. അമേയ പണ്ഡിതനായ അങ്ങയെപ്പോലെയുള്ള ഒരു മഹാത്മാവിനെ ധർമ്മകാംക്ഷിയായ ഒരുവൻ സ്വീകരിച്ച് പൂജിച്ച് കൃതകൃത്യനാകും. ധർമ്മകൃത തൽപരനായ അങ്ങയെ ആരാധിച്ചാൽ വായു ഭഗവാനും സംതൃപ്തനായി തീരും. അതുകൊണ്ട് എനിക്കും അങ്ങ് സംപൂജ്യനാണ്. കപീശ്വര, ഞാനിത് പറയുവാൻ കാരണമുണ്ട്, കേൾക്കൂ. കൃതയുഗത്തിൽ അദ്രികൾക്കെല്ലാം ചിറകുണ്ടായിരുന്നു. ആഞ്ജനേയ, ഗരുഡൻ്റെയും വായുവിൻ്റെയും വേഗത്തിൽ അവർ യാത്ര തുടങ്ങി. ഇവ ദേഹത്തിൽ അവചാരിതമായി പതിക്കുമെന്ന് ദേവന്മാരും മഹർഷിവര്യന്മാരും സകല ജീവജാലങ്ങളും വിചാരിച്ച് ഭയപ്പെട്ടു. പാരിടം പരിരക്ഷിക്കുവാൻ ഒരുങ്ങിയ ശതക്രതു ദേവേന്ദ്രൻ 1000 ശൈലങ്ങളുടെ ചിറകുകൾ വജ്രത്താൽ മുറിച്ചു തള്ളി. സുരനായകൻ ചൊടിച്ചുകൊണ്ട് എൻ്റെ നേരിട്ടും അണഞ്ഞു. ആ സമയത്ത് അങ്ങയുടെ പിതാവ് ഭഗവാൻ പവനൻ എന്നെ അതിവേഗത്തിൽ കൊണ്ടുപോന്ന് ഈ അമ്പുതിയുടെ അന്തർഭാഗത്തിലാക്കി രക്ഷിച്ചതിനാൽ എൻ്റെ ചിറക് വെട്ടുവാൻ സാധിച്ചില്ല. ഇങ്ങനെ എൻ്റെ പ്രാണരക്ഷ ചെയ്തത് അങ്ങയുടെ പിതാവാണ്. അതുകൊണ്ട് പൂജ്യൻ മാത്രമല്ല, അങ്ങ് എൻ്റെ അതിബന്ധു കൂടിയായിരിക്കുന്നു. ഇങ്ങനെയാണ് വർത്തമാനങ്ങൾ. സാഗരത്തെയും എന്നെയും സന്തോഷിപ്പിക്കുവാൻ അങ്ങേക്ക് ഒന്നിച്ച് സാധിക്കും. എൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ ഇരുന്ന് വിശ്രമിച്ച് സൽക്കാരങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ 2 പേരെ കൃതകൃത്യരാക്കണം. അങ്ങയെ ദർശിക്കും തോറും ആനന്ദം അലതല്ലുന്നു. എൻ്റെ അപേക്ഷയും സാഗരത്തിൻ്റെ ആഗ്രഹവും സാധിപ്പിച്ച് അനുഗ്രഹിക്കണേ. മൈനാകാചലത്തിൻ്റെ ഭാഷണം കേട്ട ഹനുമാൻ സസ്നേഹം നോക്കിക്കൊണ്ട് പറഞ്ഞു: ഹേ ശൈലേന്ദ്ര, ഞാൻ ഏറ്റവും സന്തുഷ്ടനായി. അങ്ങയുടെ ആതിഥ്യം സാദരം ഞാൻ സ്വീകരിച്ചു. ഒരു വിധത്തിലും മനോവിഷമം ഉണ്ടാകരുത്. സ്വാമിയുടെ കാര്യം എന്നെ ധൃതിപ്പെടുത്തുന്നു. നോക്കൂ, ഇതാ പകൽ അവസാനിക്കാറായി. വഴിക്ക് എന്തു വന്നാലും താമസിക്കുകയില്ലെന്ന് പ്രതിജ്ഞയുമുണ്ട്. സസ്നേഹം പൂപ്പുഞ്ചിരി പൊഴിച്ച് ബലിഷ്ഠ ബാഹുക്കൾ കൊണ്ട് ഗിരീന്ദ്രനെ തലോടിയ ശ്രീ ഹനുമാൻ വാനിലേക്ക് ഉയർന്നു.
മഹാവീര്യ നിധിയായ അനിലസുതന്റെ ത്വരിതഗമനം കണ്ട മൈനാകവും സാഗരവും ബഹുമാനം നോക്കി ഹൃദയപൂർവ്വം ആശിസ് നൽകി പൂജിച്ചു. മഹാസാഗരഗിരികളെ വിട്ട് വാനിലേക്ക് ഉയർന്ന കപീശ്വരൻ പിതൃമാർഗത്തിലെത്തി. നിർമ്മലാംബരത്തിൽ കൂടി നിരാലംബനായി മൈനാകത്തെ സ്നേഹത്തോടെ കടാക്ഷിച്ചുകൊണ്ട് പോകുന്ന ഹനുമാന്റെ അത്യന്ത ദുഷ്കരമായ രണ്ടാമത്തെ പ്രവൃത്തി സിദ്ധന്മാരെയും മുനിവരന്മാരെയും രോമാഞ്ചം അണിയിച്ചു. ദേവന്മാർ ശ്ലാഘിച്ചു. കാഞ്ചന ശിഖരത്തോടു കൂടിയ മൈനാകത്തിന്റെ ഉചിത കർമ്മം കണ്ട മഹേന്ദ്രൻ ഏറ്റവും സന്തുഷ്ടനായി. മാത്രമല്ല, മഹാബുദ്ധിമാനായ ശചീപതി ആനന്ദ കണ്ണീരൊഴുക്കി തൊണ്ട ഇടറിക്കൊണ്ട്, കനകശൃംഗങ്ങളോടുകൂടിയ പർവ്വതരാജാവേ, മൈനാകമേ, ഞാൻ അങ്ങയിൽ അത്യധികം സംതൃപ്തനായി. അങ്ങേക്ക് അഭയമേകുന്നു. യഥാസുഖം യഥേഷ്ടം വാണുകൊള്ളൂ. ശൂരാഗ്രഗണ്യനായ ഹനുമാന് അങ്ങ് വലിയ സഹായം ചെയ്തിരിക്കുന്നു. ഭയങ്കരമായ കൃത്യത്തിൽ നിർഭയനായി 100 യോജന ചാടുവാൻ തയ്യാറായവനാണ് കപിവരൻ. ദാശരഥി രാമന്റെ ദൂതനായി പോകുന്ന ഈ ഹരീശ്വരനെ സത്കരിക്കിയാൽ എനിക്ക് ഏറ്റവും സന്തോഷം അങ്ങയിൽ ഉണ്ടായിരിക്കുന്നു. ശതക്രതുവായ അമരാധിപന്റെ സന്തോഷപൂർണമായ വാക്കുകളും അനുഗ്രഹവും മൈനാകത്തെ അടക്കുവാൻ കഴിയാത്ത ആനന്ദസാഗരത്തിൽ ആറാടിച്ചു. വരം കിട്ടിയ ഗിരിവരൻ അല്പനേരം അവിടെ തന്നെ നിന്നു. ഉത്തരക്ഷണത്തിൽ ഹനുമാൻ പർവ്വതത്തെ പിന്നിട്ടു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.